കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയതും നമ്മുടെ കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അതിഥികൾക്ക് വേണ്ടുവോളം നൽകിയതും നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. ആ ദൈവം, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ കർത്താവ് ഇന്നും നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നു എന്നും ആ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ മക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്കോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ നമ്മുടെ കടഭാരങ്ങൾക്കോ എന്തിനു തന്നെ ആയാലും ആ ദൈവത്തോട് നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടെ ചോദിച്ചാൽ ഇന്ന് ആ ദൈവം നമ്മൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുകയും നമ്മൾക്ക് ചെയ്ത് അത് നമ്മുടെ ആവശ്യങ്ങൾ നടത്തിത്തരുമെന്നും പൂർണ്ണമായും നമ്മൾക്ക് വിശ്വസിക്കാം. തീർച്ചയായും ആ ദൈവം ഇന്ന് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ച് നമ്മളുടെ ആവശ്യങ്ങൾ നടത്തിത്തരുന്നതാണ്. യോഹന്നാൻ എഴുതിയ 2-ാം അധ്യായത്തിൽ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പാർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു: എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ആമേൻ.